ഗോദ്ര തീവയ്പ്പിനെ കുറിച്ച് പറയാതെ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് പറയുന്നുവെന്ന വിമർശനമാണ് എംപുരാനെതിരായ സംഘപരിവാർ ആക്രമണങ്ങൾക്ക് കാരണം. എംപുരാന്റെ സെൻസറിംഗ് സമയത്ത് ഇടപെടാനുള്ള അവസരം RSSന്റെ പ്രതിനിധികൾ ഉന്നയിച്ചില്ലെന്ന വിമർശനവുമുണ്ടായി. RSSന്റെ സാംസ്കാരിക വിഭാഗമായ തപസ്യയുടെ സെക്രട്ടറി GM മഹേഷ് അടക്കമുള്ള 4 പേർ സെൻസർ ബോർഡിൽ ഉണ്ടെന്നിരിക്കെ എതിർപ്പുണ്ടായില്ല. BJPയുടെ നോമിനികളുടെ കാലാവധി അവസാനിച്ചതിനാൽ ഇപ്പോൾ സെൻസർ ബോർഡിൽ BJP അംഗങ്ങളില്ലെന്നും K. സുരേന്ദ്രൻ വിശദീകരിച്ചു. സംഘടനാ തലത്തിൽ സെൻസർ ബോർഡിലെ അംഗങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയും രാജീവ് ചന്ദ്രശേഖർ വിശദീകരിച്ചു. എന്നാൽ എംപുരാനെതിരെ BJP രംഗത്തിറങ്ങേണ്ടെന്നാണ് തീരുമാനം. ഞങ്ങളെ സംബന്ധിച്ച് ഒരു ക്യാമ്പയിനും ഇല്ല. ഒരു സിനിമയും പാർട്ടിയെ ബാധിക്കുന്നതല്ല. സിനിമ സിനിമയുടെ വഴിക്ക് പോവും, പാർട്ടിയുടെ വഴിക്ക് പോവും. സിനിമ എന്താണെന്ന് അത് കാണുന്ന ആസ്വാദകരാണ് വിലയിരുത്തേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല. അതേസമയം എംപുരാൻ കാണുമെന്ന് പ്രഖ്യാപിച്ച് വിജയാശംസ നേർന്ന രാജീവ് ചന്ദ്രശേഖർ നിലപാട് വ്യക്തമാക്കി. മോഹൻലാൽ നല്ല സുഹൃത്താണെന്നും സിനിമയുടെ ഉള്ളടക്കത്തെയല്ല പിന്തുണച്ചതെന്നും കോർ ഗ്രൂപ്പ് യോഗത്തിൽ വിശദീകരണം. സെൻസർ ബോർഡിലെ RSS പ്രതിനിധികൾ സംഘപരിവാറിന് വിയോജിപ്പുള്ള സിനിമാ ഭാഗങ്ങളെ എതിർത്തില്ലെന്ന BJP വിമർശനം പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കുന്നതാണ്. സെൻസർ ബോർഡിലേക്ക് ഇത്തരം അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നത് സിനിമകളെ രാഷ്ട്രീയമായി നിയന്ത്രിക്കാൻ വേണ്ടിയാണെന്ന് തുറന്നു കാട്ടപ്പെടുന്നു. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.